ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ചീമച്ചക്ക. ഓരോ നാട്ടിലും ഓരോ പേരിട്ടാണ് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചീമച്ചക്ക എന്നാണ് പേര്. ഇതുകൊണ്ട് നമ്മളൊരു ഡിഷ് ഉണ്ടാക്കാൻ പോകാം. നമുക്ക് ഇറച്ചിക്കറി പോലെ ചീമച്ചക്ക കറി ഉണ്ടാക്കിയാലോ? അതിൻ്റെ കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ: ചീമച്ചക്ക ചെറുതായിട്ട് മുറിച്ചത്, ചെറിയ ഉള്ളി. ആദ്യം നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമുക്ക് തേങ്ങ വറുക്കാൻ മാത്രമാണ്. ഇതുപോലെ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തേങ്ങയാണെങ്കിൽ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി മുളക് പൊടി ചേർക്കണം. ഇനി മല്ലിപ്പൊടി. ഇനി പറയാറിനൂടാത്തോണ്ടാണ്. ഗരം മസാല. ഇനി നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. നേരത്തെ നമ്മൾ തേങ്ങ കുഴമ്പ് രൂപത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഫസ്റ്റ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് കടുവാണ് വറുക്കേണ്ടത്. കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് നേരെ കരിവേപ്പില എടുത്തിട്ട് കൊടുക്കാം. നമുക്ക് അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. മുളക്, ഇഞ്ചി നുറുക്കിയത്, വെളുത്തുള്ളി. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇടുകയാണ്. ഇത് വേവാൻ വേണ്ടി ഇത് അടച്ചു വയ്ക്കാം. നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മീഡിയം അളവാകുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് കൊടുത്താലോ? സൂപ്പർ. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ഇതേപോലത്തെ വീഡിയോ പിന്നെയും വരും. ബൈ.